പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. എൻ്റെ കൊച്ചുകൂട്ടുകാരെ, മാതാപിതാക്കളെ, പ്രായമായിട്ട് വീട്ടിലിരിക്കുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. മന്നായുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 113 അധ്യായത്തിലെ 7-8 തിരുവചനങ്ങൾ മനോഹരമാണ് കേട്ടോ. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ പ്രിയരെ. ഒരു പെൺകുട്ടി, ഒരു 32 വയസ്സ് കാണണം. അവൾ വന്ന് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം അച്ഛാ, ഒരു വലിയൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട്, നിനക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞപ്പോഴും ഞാൻ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ സമയം ഞാനൊരു പ്രശസ്തമായ ഒരു സ്കൂളിലെ അഡ്മിഷനായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് ചെന്നപ്പോഴാണ് എന്നോട് കൂടെ വന്ന, അപ്പം മരിച്ചൊരു കുട്ടിയാണ് കേട്ടോ, എന്നോട് കൂടെ വന്ന എൻ്റെ അമ്മയെയും എന്നെയും ആ ഇൻ്റർവ്യൂവിലിരിക്കുന്ന 2 പേര് വളരെ പ്രശസ്തരാണ് കേട്ടോ, എന്നെ പരിഹസിച്ചു. അല്ലെങ്കിൽ ഇതൊന്നും മോൾക്ക് പറ്റിയ കോഴ്സല്ല, ഇത് പഠിക്കാനായിട്ട് ചില യോഗ്യതകളൊക്കെ ഉണ്ട്, ആ യോഗ്യതകൾക്ക്, പഠനത്തിൻ്റെ യോഗ്യതയൊക്കെ എനിക്കുണ്ട്, പക്ഷേ ചില മാനദണ്ഡങ്ങൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചില മഹിമയുടെ കാര്യത്തിലൊക്കെ ചില യോഗ്യതകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത് മോൾക്ക് പറ്റിയ ഒരു കോഴ്സല്ലെന്ന് പറഞ്ഞ് എന്നെ വളരെയധികം ഒന്ന് താഴ്ത്തിക്കെട്ടി, അല്ലെങ്കിൽ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ചില വാക്കുകളൊക്കെ പറഞ്ഞു. അതിന്നും ഒരു മുറിവായിട്ട് ആ വ്യക്തികളോട്, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് വന്ന വ്യക്തികളെ ഇപ്പോഴും കാണുമ്പോൾ ഒരു മുറിവായിട്ട്, ഒരു കോൺഫിഡൻസ് കുറഞ്ഞ ലെവലിൽ എനിക്കുണ്ട്. ഒന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ആ ദാസിയുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പ്രാർത്ഥനാപൂർവം ആ ദാസിക്ക് വേണ്ടി എടുത്ത, അല്ലെങ്കിൽ കർത്താവിനോട്, കർത്താവേ ദാസിക്ക് വേണ്ടി നല്ലൊരു വചനം നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ ലഭിച്ച വചനമാണ് സങ്കീർത്തനം 113 സങ്കീർത്തനത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന്, പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, എളിയവനെ കുപ്പയിൽ നിന്ന് അവൻ ഉയർത്തുന്നു. നമുക്കൊക്കെ ശരിയാണ്, പണത്തിൻ്റെ മേഖലയിൽ, അധികാരത്തിൻ്റെ മേഖലയിൽ, ആരോഗ്യത്തിൻ്റെ മേഖലയിലൊക്കെ നമ്മളെല്ലാം ചിലപ്പോൾ വലിയ ഉയർന്ന നിലയിലായിരിക്കും. ഓർത്തേക്കണം കേട്ടോ, അച്ഛന് വ്യക്തിപരമായിട്ടറിയാം, വളരെയധികം നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ നമ്മൾ പറയും, ഇട്ടുമൂടാവുന്നിടത്തോളം പണമുണ്ടായ കുടുംബങ്ങൾ, അവരുടെ സന്തതികൾ തികച്ചും തകർത്ത് തരിപ്പണമായ പല കുടുംബങ്ങളെയും വ്യക്തിപരമായിട്ട് അച്ഛനറിയാം. ആരോഗ്യത്തിൻ്റെ മേഖലയിൽ എന്നും വലിയ എക്സസൈസൊക്കെ ചെയ്ത് നല്ല ആരോഗ്യം സൂക്ഷിച്ചിരുന്ന ആളുകൾ, ആരോഗ്യം തകർന്നിരിക്കുന്നവർ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ആരെയും നമ്മൾ പരിഹസിക്കേണ്ട, കുറച്ച് കാണിക്കേണ്ട, വില കുറച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ വൈദികരൊക്കെ പ്രത്യേകം അത് ഹൃദയത്തിലിങ്ങനെ കോറിയിട്ട പോലെ എഴുതേണ്ട വാക്യങ്ങൾ. എളിയവനെയും ദരിദ്രനെയും എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. മനോഹരമാണ്. ലോകത്തിലെ ഏറ്റവും ജ്ഞാനമുള്ള രാജാവായ സോളമനെ പരീക്ഷിക്കാനായിട്ട് കടന്നു വരുന്ന ഷേബ രാജ്ഞി, അവൻ്റെ അറിവൊന്ന് അറിയണം, എൻ്റെ മുൻപിൽ അവനൊന്നുമല്ലെന്നൊന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഷേബ ചില ചോദ്യങ്ങളായിട്ട്, ചില കുടുക്കുന്ന ചോദ്യങ്ങളായിട്ട് സോളമൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. നമ്മളറിയാം, ഭാഗം ഒന്ന് വായിക്കുക നിങ്ങൾ, 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിലെ. അത് വായിച്ചു നോക്കുമ്പോൾ അറിയാം, കൊടുക്കാൻ വന്ന
ഷേബയാണ് അവസാനം അവൻ്റെ ആ വിജ്ഞാനത്തിൽ മതിമറന്ന് അവനെ വിവാഹം കഴിക്കുന്നത്. ഞാൻ പറയുന്നത്, നീ ഒരുവനെ പരിഹസിക്കുമ്പോൾ യഹോവയും നിന്നെ പരിഹസിക്കും. ഒരു മനുഷ്യൻ്റെ പരിഹാസമൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ മാറ്റിയെടുത്ത് കർത്താവ് നിന്നെ പരിഹാസിയായി തീർത്താൽ ഒരുവനും ഒരു നാളും അത് മാറ്റിയെടുക്കാൻ സാധ്യമല്ലെന്ന് ഓർക്കുക. ആരെയും വില കുറച്ച് കാണിക്കണ്ട. നിൻ്റെ അടുത്ത് വരുന്ന, നിന്നോട് കൂടെ നിൻ്റെ സുഹൃത്തുക്കളോ നിൻ്റെ ഇണയോ മക്കളോ എപ്പോഴും അവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം പറയുന്നവരാകാതിരിക്കുക. നല്ലതുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോവാം. യേശുവിനെ പരിഹസിച്ചവരുണ്ട്. അവനിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കാനാണ് യഹൂദന്മാർ ശ്രമിച്ചിട്ടുള്ള പുതിയ നിയമം വായിക്കുമ്പോൾ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേ. മറ്റുള്ളവരുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ നമ്മൾ പരിഹാസപൂർവ്വം എടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ ആത്മീയത നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ. ഒരുപക്ഷെ നീയായിരിക്കും പരിഹാസിക്കപ്പെടുന്നത്. ഇപ്രകാരം പരിഹസിക്കപ്പെടുമ്പോഴൊന്നും ഓർത്തേക്കുക, കർത്താവിനെ വരെ പരിഹസിച്ചവരാ ഈ ലോകം. ആത്മീയമായൊരു ശക്തി നിനക്ക് ലഭിക്കട്ടെ. ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ നിന്നെ പരിഹസിച്ചാലും നിന്നെ ചവിട്ടിത്താഴ്ത്തിയാലും അതിൽ നിന്ന് ഉയർന്നു വരാൻ കർത്താവ് നിന്നെ തീർച്ചയായിട്ടും നിൻ്റെ കൂടെയുണ്ട്, നിന്നെ പരിപാലിക്കുമെന്നുള്ള ഉത്തമമായ വിശ്വാസത്തോടെ ജീവിക്കുക. ഇന്നത്തെ ചിന്ത അതാണ്. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം വെച്ച് മറ്റൊരുത്തൻ്റെ കണ്ണിലെ, എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ അയൽക്കാരൻ്റെ കണ്ണിലെ ചെറിയൊരു മണൽത്തരി എടുത്തു മാറ്റിയേക്കാൻ പോയേക്കരുത്. ലുക്കായുടെ സുവിശേഷത്തിൽ 6:41 നമുക്കിത് കാണാനായിട്ട് സാധിക്കും. സദൃശവാക്യം 3:30 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നോട് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വഴക്കുണ്ടാക്കരുത്. ജീവിതം വളരെ ചെറുതാണ് കേട്ടോ. ഇതിനിടയിൽ പരസ്പരം പോരടിക്കാതെ, പരസ്പരം പരിഹസിക്കാതെ ഉത്തമ സഹോദരങ്ങളായിട്ട് വർത്തിക്കുക. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് നമുക്കൊന്ന് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ മുൻപിൽ വരുന്ന എൻ്റെ കൂട്ടുകാരെ, എൻ്റെ അയൽക്കാരെ, എൻ്റെ ഇണ, എൻ്റെ മക്കൾ, ആരുടെയും കഴിവുകളെ കുറച്ച് കാണിക്കാനായിട്ട് എന്നെ അനുവദിക്കരുതെന്നതാണ്. എൻ്റെ വാക്കുകൾ മൂലം, എൻ്റെ പ്രവൃത്തി മൂലം ആരും വേദനപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളെ ക്രമപ്പെടുത്തിയാട്ട് കർത്താവേ. പ്രത്യേകിച്ച് എന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിൻ്റെ വലിയ അഭിഷേകം നീ അവർക്ക് നൽകുകയും ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ എളിമയോടെ ആയിരിക്കാൻ, അഹങ്കാരത്തിൻ്റെ മേഖലകൾ എടുത്തുമാറ്റി ഏവരെയും സാഹോദര്യത്തിൻ്റെ മാതൃകയിൽ ചേർത്ത് പിടിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. ആമേൻ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ആമേൻ.